നമ്മുടെ ഇടുക്കിയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം ഏറ്റു. നിങ്ങൾക്ക് അറിഞ്ഞോന്ന് അറിയില്ല. ഇതിലൂടെ നമ്മുടെ ഒരു കല്യാണി ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആ ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനമായിട്ടത് കേട്ടല്ലേ. മർദ്ദനമായിട്ടത് ദേശീയ മൂക്കിന്റെ പാല വരെ തകർത്തു. ആര് ചോദിച്ചു വധുവിന്റെ വീട്ടിലെ ആൾക്കാർ കേട്ടല്ലേ. വധുവിന്റെ വീട്ടിലെ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടല്ലേ വധുവിനോട് ഇല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാണ് മർദ്ദിക്കണത്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർക്ക് താമസിക്കാൻ വേണ്ടി റൂം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കേട്ടല്ലേ മൂന്നാറിലാണ് കല്യാണം. അപ്പോൾ അവിടെ റെഡിയാക്കിയ സമയത്ത് ഇവർ പോകുന്ന സമയത്ത് വധുവിന്റെ കൂട്ടുകാർ അതിൻ്റെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവർ മദ്യപിക്കണം. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഈ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരപ്പോൾ അങ്ങനെ മാനേജർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. ഇല്ല ഫോട്ടോഗ്രാഫേഴ്സ് മാനേജർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് കാറിൽ ചേസ് ചെയ്ത് വന്നിട്ട് അടിക്കാനില്ല. കാറിൻ്റെ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ ഇത് കൂടിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ വധുവിനോട് ചോദിക്കുന്നുണ്ട് മിസ്ബിഹേവ് ചെയ്തതെന്നൊക്കെ. വധു പറയുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് അവർ തമ്മിൽ എന്തോ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഒരുമാതിരി അടിയില്ലല്ലോ, ഒരുമാതിരി അടി പറഞ്ഞാൽ ഒരുമാതിരി അടി ഇടിച്ച് മൂക്കിന് പാലൊക്കെ പൊളിച്ചിട്ടില്ല. വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിയിട്ട് എന്തോ നോക്കിയില്ല. എന്നാലും ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അവർ വല്ലാത്തൊരു ആൾക്കാരാണ്. എന്താ ചോദിച്ചാൽ അപ്പോൾ അവർ നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ സമയമാവും. മൂന്നാമത് കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോ കവർ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൂടി ടൈം കിട്ടുമെന്ന് അറിയില്ല. ഇല്ലാതെ അങ്ങനെയുള്ള അവസ്ഥകളാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഭയങ്കരമായിട്ട്. പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെ ചിലരൊക്കെ ഇടയിലെ നല്ല അത്യാവശ്യം നല്ല റിച്ച് ടീമൊക്കെ, ചിലരൊക്കെ പറഞ്ഞാൽ അന്നന്ന് ആൾ എന്താ വെച്ചാൽ അവരുടെ ചിലവ് കഴിയാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി വരുന്ന ടീമുകളാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യില്ല. രണ്ടുപേരില്ല മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടത്. മദ്യപിക്കുന്ന സീനില്ലാട്ടോ അവരും അല്ല മർദ്ദിക്കുന്ന സീനില്ലാതെ കണ്ടു കഴിഞ്ഞിട്ടല്ലോ ഗുണ്ടാ സംഘം തോന്നിപ്പോയില്ല. ഞാൻ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാട്ടോ. ഇവിടെ ജെറി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് കേട്ടോ. നമ്മളെ മർദ്ദനം കിട്ടിയ ആളുടെ പേര് ജെറിയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫർ മൂക്കിന്റെ പാലൊക്കെ പൊട്ടിയ ചോര വന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇല്ലല്ലേ. ഇതാണ് അവസ്ഥ. എന്ത് സംഭവം ഇല്ലടല്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സത്യം പറയാമല്ലോ. എന്താ ചോദിച്ചാൽ മറ്റേ മദ്യവെച്ചിട്ടുള്ള വരവാണ് ഇല്ലടല്ലേ. എന്താ ചോദിച്ചാൽ മദ്യവെച്ച് വന്ന സംഭവം ചോദ്യം ചെയ്യാൻ പോയി. ചോദ്യം ചെയ്യാൻ അങ്ങനെ ചോദിച്ചൊന്നും ഇല്ലടല്ല. എന്താ വെച്ചാൽ ഇവർ സ്റ്റേ ചെയ്യാൻ കൊണ്ടുപോയ റൂമിൽ ഈ ഫോട്ടോഗ്രാഫർ സ്റ്റേ ചെയ്യാൻ വന്ന റൂമിൽ ഇവർ മദ്യപിക്കണില്ലടല്ലേ. അപ്പോൾ അത് ചോദിച്ചതിന് മനസ്സിലല്ലേ അത് അവിടുത്തെ മാനേജർ അടുത്ത് പറഞ്ഞതിനാണ് ഇല്ലട ഈ മർദ്ദനം. പക്ഷെ അവർ വന്ന് പറയുന്നത് അതല്ല സംഭവം, ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞിട്ടാണ് മർദ്ദനം ഇല്ലാട്ടുള്ളത്. പക്ഷേ ഇല്ലാട്ട വധു വന്നിട്ട് കറക്റ്റ് പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് അവർ നമ്മൾ പ്രശ്നം കണ്ട് വധു ഒരു വീഡിയോ ക്ലിപ്പ് പറയുന്നില്ല. ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാം. ഈ പ്രശ്നം ഇതില് ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അത് അവര് തമ്മിലുള്ള എന്തോ പ്രശ്നത്തിലാണ് അവരടിയുണ്ടായത്. കണ്ടിട്ടില്ലാണ് അവർ തമ്മിൽ എന്തോ പ്രശ്നത്തിൽ പേരിലാണ് അടിയുണ്ടായിരിക്കുന്നത്. അവർക്ക് ഇതായിട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. മിസ്ബിഹേവേഴ്സിനൊന്നും അവരുടെ വന്നിട്ടില്ല ക്യാമറാമാൻ്റെ അടുത്ത്. മനസ്സിലായില്ലേ. സത്യമായിട്ടില്ല ഇവർക്ക് നീതി കിട്ടാൻ വേണം. ചെറിയ എന്നാണ് ആളുടെ പേര്, ക്യാമറാമാൻ്റെ പേര് ചെറിയ എന്നാണ് ഇല്ലല്ലേ. അവർക്ക് നാടുകൊണ്ടില്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ഒരു നമ്മളൊരു പുറത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ പുറത്ത് വർക്കിന് പോകുമ്പോൾ സമയത്ത് അവിടെ നിന്ന് എനിക്ക് സംഭവിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാര്യമുണ്ട്. ഇതിന് എന്തായാലും അവർക്കെതിരെ മറ്റവർക്കെതിരെ നടപടി എടുക്കാനാണെങ്കിലല്ലേ. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണെങ്കിലല്ല. സത്യം പറയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് കേരളമാണെങ്കിലും പുറത്താണെങ്കിലും ഇങ്ങനെ ചെയ്യാനേ പറ്റില്ല. കാരണം മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള റൂൾസ് ഒന്നും ആർക്കും ഇല്ല. സീരിയസ് ആയി പറയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കെതിരെ നടപടി എടുക്കാനും വേണം. ഇത് നമുക്ക് പറയാനുള്ളൂ. പുള്ളിക്കാരൻ ഹോസ്പിറ്റലാണെങ്കിലല്ല, ചെറിയെന്ന അദ്ദേഹം ഹോസ്പിറ്റലാണ്. എന്താ വെച്ചാൽ മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ട്. അടി കൊണ്ടായാലും മൂക്കിന് പാലം പൊട്ടിയിട്ട് നിങ്ങളെ കാട്ടിൽ കാറിൽ ചവിട്ടിയിട്ട് വലിക്കുകയാണെങ്കിൽ മറ്റേ വലിയ കടന്ന് കേട്ടോ. പക്ഷെ ഇവർ പോകണില്ല. പോകാതെ നന്നായി പോയതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അടിയായിട്ടുണ്ടാവും. ഇങ്ങനെ
സംഭവിച്ചു. അപ്പം എന്തായാലും അവർക്കെതിരെ നല്ലൊരു നടപടി എടുക്കാനാണ് ഇവരുടെ അത് പറയാനുള്ളത്.